ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. സുവിശേഷം എപ്പോഴും പകരേണ്ടത് സന്തോഷമാണ്. എന്നാൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതീവ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. കൽക്കത്തയിൽ യുവതിയായൊരു ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അത് നമ്മുടെ അടുത്തല്ലല്ലോ എന്നാണ് എപ്പോഴും സമാധാനിക്കാറ്. നമ്മൾ കുറേ മെച്ചപ്പെട്ട ആളുകളാണല്ലോ, നമ്മിൽ നിന്ന് ഏറെ അകന്ന സംസ്കാരശൂന്യരായ മനുഷ്യരാണല്ലോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നാണ് നാം കരുതുക. വാസ്തവത്തിൽ ഇത് നമ്മുടെ രാജ്യത്താണ് എന്നത് ഓർക്കണം. ഇത് നമ്മുടെ ഇടയിലാണ് എന്ന് മനസ്സിലാക്കണം. സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നത് അവൾ ബലഹീന കഥാപാത്രമായതുകൊണ്ടല്ല, അവിടെ യഥാർത്ഥത്തിൽ അപമാനിക്കപ്പെടുന്നത് പുരുഷത്വമാണ് എന്ന ഓർമ്മ വേണം. മനുഷ്യത്വം എവിടെയെല്ലാം അവമതിക്കപ്പെടുന്നുവോ അതിൽ നമുക്കെല്ലാം ഭാഗഭാഗിത്വമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മനോനില സമൂഹത്തിൽ സ്ത്രീ ഒരു ഇരയാണെന്നും ഭോഗവസ്തുവാണെന്നും കരുതുന്നിടത്തേക്ക് താഴുന്നതാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നത്. ഒരാൾക്കുണ്ടാകുന്ന മുറിവുകളും വേദനയും പീഡനവും, ഒരാൾ നേരിടുന്ന അതിക്രമവും അയാളുടേതും അയാളുടെ ചുറ്റുവട്ടത്തുള്ളവരുടേതും മാത്രം പ്രവൃത്തിയുടെ ഫലമല്ല, അത് നമ്മുടെ മനോനിലയുടേത് കൂടിയാണ്. അത് നാം തിരിച്ചറിയണം. സ്ത്രീയെ എങ്ങനെയാണ് ഉന്നതമായ സ്ഥാനത്ത് കാണേണ്ടത്, സ്ത്രീയെ എങ്ങനെയാണ് മാനിക്കേണ്ടതെന്ന് സുവിശേഷം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പുത്രൻ ജനിക്കുന്നത് ഒരു സ്ത്രീയിലൂടെയാണ്. ഇന്നത്തേക്കാൾ വളരെയധികം പരിതാപകരമായ അവസ്ഥയിലായിരുന്നു യേശു ജനിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകളുടെ നില. രണ്ടാം കിട പൗരയായി, തരംതാണവരായി സ്ത്രീകൾ പരിഗണിക്കപ്പെട്ടിരുന്നൊരു കാലം. യഹൂദന്റെ പ്രാർത്ഥനയിൽ നീ എന്നെ സ്ത്രീയായി ജനിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. പുരുഷാധിപത്യപരമായ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ സ്ത്രീയുടെ മഹിമ ഉയർത്തിക്കാട്ടുന്നതാണ് ക്രിസ്തു ജനനം. എവിടെ സ്ത്രീ അപമാനിക്കപ്പെടുന്നുവോ, എവിടെ അവൾ വിൽപ്പനച്ചരക്കാകുന്നുവോ, എവിടെ അവൾ കേവല ഭോഗവസ്തുവാകുന്നുവോ, ആക്രമിക്കപ്പെടാനുള്ള ഇരയായി പരിഗണിക്കപ്പെടുന്നുവോ, അവിടെയെല്ലാം നാം ഓർത്തു വെക്കേണ്ടതുണ്ട്, അപമാനിക്കപ്പെടുന്നത് മനുഷ്യത്വമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് മറിയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. മറിയത്തെ രണ്ട് രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. അവളെ പരിശുദ്ധയായി കാണുന്നവരും അവൾ കേവലമായൊരു സ്ത്രീയാണെന്ന് കാണുന്നവരും. മറിയത്തെ സംബന്ധിച്ച് നിരവധിയായ അന്ധവിശ്വാസങ്ങളും നിലവിലുണ്ട്. വാസ്തവത്തിൽ മറിയം ആരാണെന്നും എങ്ങനെയാണ് മറിയം ദൈവമാതാവായിരിക്കുന്നതെന്നും അതേസമയം തന്നെ എൻ്റെയും നിങ്ങളുടെയും അമ്മയായിരിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞ് അവളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയും രക്ഷാകര പ്രവൃത്തിയെയും നമ്മൾ ഏറ്റുപറയുകയാണ്. ആ രക്ഷാകര പ്രവൃത്തി മൂലം നമുക്ക് കൈവന്ന രക്ഷയെ ഉദ്ഘോഷിക്കുകയാണ് എന്ന മനോഭാവം നമുക്കുണ്ടാകണം. കേവല വൈകാരികതയുടെയും ഭക്തിയുടെയും മറയിലല്ല മറിയത്തെ കാണേണ്ടത്. ഒരു വിശ്വാസ രഹസ്യത്തിൻ്റെ ഭാഗമായി മറിയത്തെ കാണാൻ നമുക്ക് കഴിയണം. കുറേ ആളുകൾ മറിയത്തിൻ്റെ കന്യകാത്വത്തെ നിഷേധിക്കുന്നവരായുണ്ട്, ദൈവം തന്നെയായി അവളെ തെറ്റിദ്ധരിക്കുന്നവരും. വാസ്തവത്തിൽ മറിയം ഒരു മനുഷ്യ സ്ത്രീയാണ്, അതേസമയം രക്ഷയിൽ സഹകാരിണിയാണ്. അവൾ ദൈവത്തിൻ്റെ അമ്മയാണ്. അങ്ങനെ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ ഒരാൾ വാസ്തവത്തിൽ എന്നെ ഉയർത്തുന്നത് ദൈവത്വത്തിലേക്കാണ്. യേശുവിൻ്റെ സാഹോദര്യത്തിലാണ് നാം ജീവിക്കുന്നത്. യേശുവിൻ്റെ സാഹോദര്യം ഉറപ്പാകുന്നത് മറിയം എൻ്റെ അമ്മയാകുന്നതിലൂടെയാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, സ്വർഗത്തിൽ നിന്ന് ഒരു ഗോവിണി താഴേക്ക് വയ്ക്കപ്പെട്ടു. അതിലൂടെ മനുഷ്യപുത്രൻ താഴേക്ക് ഇറങ്ങി വന്നു. മനുഷ്യപുത്രൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഗോവിണി എടുത്തു മാറ്റിയില്ല. പരിശുദ്ധാത്മാവിലൂടെ ആ ഗോവിണി വഴി ഇറങ്ങി വന്ന ദൈവപുത്രൻ നമുക്ക് വേണ്ടി ആ ഗോവിണി അവിടെ തന്നെ വെച്ചു. ഇനി ആ ഗോവിണിയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ മറിയത്തിൻ്റെ ഉദരത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സാഹോദര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അങ്ങനെ അവളെ നമുക്ക് അമ്മയായി സ്വീകരിക്കാൻ പറ്റും. യേശു മറിയത്തിൽ ഉരുവാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതിനർത്ഥം പരിശുദ്ധാത്മാവിലൂടെ ഈ അമ്മയുടെ മാതൃത്വത്തിലേക്ക് നമുക്കും പ്രവേശിക്കാൻ കഴിയും. അഭിമാനകരമായ കാര്യമാണത്. എവിടെയെല്ലാം സ്ത്രീ മാന്യതയാകുന്നുവോ, എവിടെയെല്ലാം അവളുടെ അഭിമാനത്തിന് മുറിവേൽക്കാതിരിക്കാൻ നാം നിലകൊള്ളുന്നുവോ, അവിടെയൊക്കെ നാം മറിയത്തിൻ്റെ പക്ഷത്താണ്, നാം ദൈവത്തിൻ്റെ പക്ഷത്താണ്. ഇനി ആദ്യം മുതലേ മറിയത്തിൻ്റെ കന്യകാത്വത്തെ സംബന്ധിച്ച് തർക്കമുണ്ട്. മറിയം കന്യകയല്ലെന്നും കേവല സ്ത്രീയാണെന്നും വാദിക്കുന്ന കുറേ ആളുകൾ, അവളെ വണങ്ങേണ്ട കാര്യമില്ലെന്നും അവൾ മുട്ടത്തോടാണെന്നും പറയുന്നവർ. വാസ്തവത്തിൽ കോഴിക്കുഞ്ഞിൻ്റെ അമ്മ മുട്ടത്തോടല്ലെന്നും
തള്ളക്കോഴിയാണെന്നും തിരിച്ചറിയാത്ത കേവലജ്ഞാനം പോലും ശേഷിക്കാത്തവരാണ് അത്തരത്തിൽ സംസാരിക്കുന്നത്. മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്, നമ്മുടെയും അമ്മയാണ്. മറിയത്തെ അങ്ങനെ മാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ദൈവത്തിൻ്റെ പക്ഷത്തേക്കായിത്തീരുകയാണ്, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. അത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവിലുള്ള ജ്ഞാനം നിഷേധിക്കുന്നത് കൊണ്ടാണ് ഇത്തരം അബദ്ധ സിദ്ധാന്തങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത്. പരിശുദ്ധ അമ്മയെ കേവലം സ്ത്രീയായി കരുതുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. മറിയം യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയാണ്, മനുഷ്യ സ്ത്രീയാണ്. ഒരു മനുഷ്യ സ്ത്രീക്ക് രക്ഷയിൽ എന്താണ് കാര്യം? മനുഷ്യൻ്റെ സഹകരണമില്ലാതെ ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ സാധ്യമല്ല. അഗസ്തീനോസ് അത് പറയുന്നുണ്ട്. നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. രക്ഷയിൽ ഒരു സഹകാരികത്വം ആവശ്യമുണ്ട്. അതുകൊണ്ട് മറിയം ഒരു സ്ത്രീയായിരിക്കെ, കേവല മനുഷ്യ സ്ത്രീയായിരിക്കെ മറിയം ദൈവത്തോട് സഹകരിക്കുന്നു, അങ്ങനെ രക്ഷയിൽ ഭാഗഭാക്കാകുന്നു. അങ്ങനെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം മറിയത്തിലൂടെ നിറവേറ്റപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോയിൽ കമൻ്റായി വന്നത് മറിയം ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ്, സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ്, അവൾ കേവല മനുഷ്യ സ്ത്രീ അല്ല എന്ന നിലയ്ക്കാണ്. ഇതൊരു അബദ്ധവിശ്വാസമാണ്. ഈ അബദ്ധം പലയിടങ്ങളിൽ നിന്നായി രൂപപ്പെട്ടു വരും. പ്രധാനമായും ഭക്തിക്ക് ഒരു വൈകല്യമുള്ളത് അത് വൈകാരികമായി പോകാൻ സാധ്യതയുണ്ട്. വിശ്വാസം വൈകാരികമല്ല, യുക്തിപരമാണ്. പക്ഷേ ഭക്തിയാകട്ടെ പലപ്പോഴും യുക്തിഹീനമായി പോകും. കാരണം അത് വൈകാരികത അതിനെ ഭരിക്കുമ്പോഴാണ്. മറിയത്തോടുള്ള വണക്കം പലപ്പോഴും വൈകാരിക ഭാവം ധരിക്കാറുണ്ട്. അങ്ങനെ ധരിക്കുന്ന സമയത്താണ് മറിയം ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ്, സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, അവൾ കേവല മനുഷ്യ സ്ത്രീ അല്ല എന്ന വാദം ഉയരുന്നത്. ദൈവം ഈ ഭൂമിയിൽ മറിയം ഉരുവാകുന്നതിന് മുമ്പ് അവളെ വിശുദ്ധീകരിച്ചു എന്ന് നമുക്ക് കാണാം. ദൈവത്തിന് അങ്ങനെ സാധ്യമാണോ? ജെറമിയ 1:5 പ്രവാചകനെ തിരഞ്ഞെടുത്തതിനെ സംബന്ധിച്ച് ദൈവം പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ തീരുമാനിച്ചു. ദൈവം തിരഞ്ഞെടുക്കുന്നത് മനുഷ്യനെ പോലെയല്ല, ജന്മത്തിന് മുൻപാണ്. സാധാരണ ഒരു പശു പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞ് ഉദരത്തിലുള്ള കാര്യം അതിനറിയില്ല. ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തു വരുമ്പോഴാണ് തൻ്റെ കുഞ്ഞിനെ അവൾ തിരിച്ചറിയുക. അപ്പോൾ ആ സമയത്ത് അവൾ ആ കുഞ്ഞിനെ നക്കിത്തുടയ്ക്കും, സ്നേഹിക്കും, പാലൂട്ടും. മനുഷ്യനാകട്ടെ ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ അറിയാൻ തുടങ്ങും. തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് അറിയാം, ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് കഴിയും. ദൈവമാകട്ടെ നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ അറിയുന്നു. പ്രവാചകനോട് അതാണ് പറഞ്ഞത്, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ ജനതകൾക്ക് നേതാവായി തിരഞ്ഞെടുത്തു, പ്രവാചകനായി തിരഞ്ഞെടുത്തു. മറിയം ജനിക്കുന്നതിന് മുമ്പ് മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. മറിയത്തെ ദൈവം വിശുദ്ധീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മറിയത്തെ ദൈവം വിശുദ്ധീകരിച്ചത്? അത് കൊയ്ക്കരുത്തോമിന എന്ന വാക്കുകൊണ്ടാണ് ഗ്രീക്ക് ബൈബിൾ അടയാളപ്പെടുത്തുന്നത്. യേശുക്രിസ്തു കുരിശിൽ മരിച്ച രക്ഷയുടെ യോഗ്യതയാൽ മറിയത്തെ അമലോത്ഭവയായി തീരുമാനിച്ചു. എന്നാണ് അമലോത്ഭവത്വം എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഉത്ഭവഭാവത്തിൽ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ നേരത്തെ ജന്മഭാവവുമായി സംബന്ധിച്ച വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാൻ സ്വതന്ത്ര ബുദ്ധിയെ വിനിയോഗിക്കാനുള്ള ശേഷിയാണ്. ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിലാണ് ജനിപ്പിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കൃപ ഉത്ഭവ വരപ്രസാദത്തിലുണ്ട്. ഈ വരപ്രസാദം മാമോദീസ വഴി നമുക്ക് കൈവരുന്നുണ്ട്. പക്ഷേ മറിയം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വരപ്രസാദം മറിയത്തിനുണ്ടായിരുന്നു. അങ്ങനെ വരപ്രസാദം ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് ഒരു മാനുഷിക ജന്മമല്ലാത്തത് കൊണ്ടല്ല. അന്നയും യോവാക്കീമും തമ്മിലുള്ള ബന്ധത്തിനകത്ത് നിന്നാണ് മറിയം വരുന്നത്. മാനുഷികതയിൽ 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജന്മപാപം നീക്കം ചെയ്യപ്പെടുന്നുവെന്നാണ് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നും ഇന്നലെയും എന്നും ഒരുവനായ യേശുവിന് തൻ്റെ കുരിശിലെ മരണത്തിൻ്റെ യോഗ്യത മുൻപേ തന്നെ മറിയത്തിലേക്ക് അയക്കാൻ കഴിയും. അങ്ങനെ മറിയത്തെ വിശുദ്ധീകരിച്ചു. അതുകൊണ്ട് അവൾക്ക് ജന്മപാപമില്ല എന്നതിനർത്ഥം ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ കഴിയും.
തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടാകുന്ന ചാഞ്ചാട്ടം മറിയത്തിനില്ല. അതുകൊണ്ടാണ് ദൈവം അവളോട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാനും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറയാനും കഴിയുന്നത്. മറിയം മനുഷ്യസ്ത്രീയാണ് എന്നതാണ് രക്ഷയിൽ നമുക്ക് ഭാഗഭാഗിത്വം നൽകുന്ന ഒരു കാര്യം. നാമും സഹകാരികളാണ്. അപ്പോൾ പറയും മറിയം സഹരക്ഷകയാണ്. അങ്ങനെയല്ല, ഏകരക്ഷകനാണ് യേശുക്രിസ്തു. അതിൽ യാതൊരു തർക്കവുമില്ല. യേശു ഈ ഭൂമിയിലേക്ക് വരുന്നത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ്, പാപത്തിൽ നമ്മെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. ലൂക്കോസ് സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 10ഉം 11ഉം തിരുവചനങ്ങളിൽ ആട്ടിടയന്മാർക്കുണ്ടാകുന്ന സന്ദേശത്തിൽ അത് വ്യക്തമാണ്. ഇതാ അഖില ലോകത്തിനുമുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായൊരു രക്ഷകൻ യേശുക്രിസ്തു ഇന്ന് ജന്മമെടുത്തിരിക്കുന്നു. അവൻ കുരിശിൽ മരിച്ചാണ് നമുക്ക് രക്ഷ പ്രദാനം ചെയ്തത്. അതുകൊണ്ട് യേശുവാണ് ഏകരക്ഷകൻ എന്നതിൽ ഒരു തർക്കവും വേണ്ട. മറിയം സഹരക്ഷകയല്ല. മറിയത്തെ സഹരക്ഷകയായി പ്രഖ്യാപിക്കണമെന്നൊരു വാദം സഭയ്ക്കകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. മറിയം സഹരക്ഷകയാണെന്ന് വാദിക്കുന്ന ഡോക്ട്രൈനുകൾ, സിദ്ധാന്തങ്ങൾ സഭയ്ക്കകത്തുണ്ട്. പക്ഷേ കത്തോലിക്ക സഭ അത് അംഗീകരിച്ചിട്ടില്ല. യേശു ഏകരക്ഷകനാണെന്ന കാര്യത്തിൽ സഭയ്ക്ക് ഉറപ്പുണ്ട്. ഒരിക്കലും മറിയം സഹരക്ഷകയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. ചില ആളുകളൊക്കെ അങ്ങനെ സഭ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. അത് ഈ ഡോക്ട്രൈനുകളെ സംബന്ധിച്ചാണ്. സഭയിലുള്ള ചില സിദ്ധാന്തങ്ങൾ, ചില ആളുകൾ ഉന്നയിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ മറിയം സഹരക്ഷകയാണെന്ന് പറയും. അതിന് കാരണം ഇതാണ്: യേശു ഭൂമിയിൽ ജനിക്കുന്നത് മറിയത്തിലൂടെയാണല്ലോ, മറിയം ഉണ്ടായതുകൊണ്ടാണല്ലോ യേശു ഉണ്ടായതെന്ന അർത്ഥത്തിലാണ്. മറിയം ഉണ്ടായതുകൊണ്ടല്ല. യേശു ഭൂമിയിലേക്ക് വരാൻ ദൈവം അവളെ മുൻകൂട്ടി ഒരുക്കി, അവളെ തിരഞ്ഞെടുത്തു. അന്നയ്ക്കും യോവാക്കിമിനും അവളെ പുത്രിയായി നൽകുന്നു. ആ പുത്രിയായി നൽകുമ്പോൾ അവൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവളെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് മറിയം ദൈവത്തിൽ നേരിട്ട് വന്നയാളല്ല, സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ജനിച്ചയാൾ തന്നെയാണ്. മറിയം ഒരു സാധാരണ സ്ത്രീയായി ജനിച്ചു എന്നത് ഒരു കുറവായി കാണരുത്. വൈകാരിക ഭക്തി മൂക്കുമ്പോൾ നമുക്ക് തോന്നും, അവൾ ഇത്ര പരിശുദ്ധയല്ലേ, ദൈവപുത്രന് ജന്മം കൊടുത്തവളല്ലേ, അതുകൊണ്ട് അവൾ പരിശുദ്ധയാണെന്ന് പറയുമ്പോൾ അവൾ ദൈവ സമാനമാകണമെന്ന് ചിന്ത വരും. നമുക്കങ്ങനെയാണല്ലോ, ഒരാൾ ആരാധ്യനായിട്ട് തോന്നുമ്പോൾ അയാളുടെ മഹിമകൾ വർണ്ണിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. അങ്ങനെ വർണ്ണിച്ച് അതിഭാവുകത്വത്തിലേക്ക് അത് കടന്നു പോകുമ്പോഴാണ് മറിയം സ്വർഗത്തിൽ നേരിട്ട് വന്നതാണ് എന്ന വാദമുണ്ടാകുന്നത്. മറിയം ഒരു മനുഷ്യ സ്ത്രീയാണ്, അതേസമയം ദൈവത്തിൻ്റെ അമ്മയുമാണ്. ഇങ്ങനെ ഒരു ദ്വന്ദ്വഭാവം അവളിലുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം, അത് അംഗീകരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ദൈവത്തിൻ്റെ അമ്മ എൻ്റെയും അമ്മയാകുന്നു, അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ സാഹോദര്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന കാര്യം പൂർത്തിയാകുക. ഇനി മറിയം അന്നയിലൂടെയും യോവാക്കിമിലൂടെയും മറിയം ജനിക്കുന്നതിനെ സംബന്ധിച്ച് തെറ്റായ പല കഥകളും സഭയ്ക്കകത്ത് പ്രചാരത്തിലുണ്ട്. അതിലൊരു കഥ വരുന്നത് മരിയ വൾത്തോർത്തയുടെ പുസ്തകത്തിൽ നിന്നാണ്, ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീതം. ഈ പുസ്തകം കത്തോലിക്ക സഭ അംഗീകരിച്ച ഒരു പുസ്തകമല്ല. ഇത് ഈ പറഞ്ഞ മരിയ വൾത്തോർത്തയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളാണ്, അനുഭൂതിപരമായ അനുഭവങ്ങൾ. അവയത് മോശമാണെന്നൊന്നും പറയാൻ നമ്മൾ തയ്യാറല്ല. പക്ഷേ അവയൊക്കെ വിശ്വാസത്യങ്ങളുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം. വിശ്വാസത്യങ്ങളുമായി അവ ചേർന്ന് പോകാത്തത് കൊണ്ടാണ് സഭ അത് അംഗീകരിക്കാത്തത്. ഔദ്യോഗികമായി പഠിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ലാത്തതായൊരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത. പലതരം അബദ്ധങ്ങൾ അതിലൂടെ വരുന്നുണ്ട്. ആ വൈകാരിക ഭക്തി മുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രകാശനമാണ് അത്തരത്തിലുള്ള കഥകൾ. അതിലൊന്ന് പറയുന്നത് മറിയത്തിൻ്റെ സമർപ്പണം ക്രിസ്തുവിൻ്റെ ജനനത്തെ 700 വർഷം മുമ്പിലേക്കാക്കിയെന്നാണ്. യേശുവിന് 700 വർഷം മുമ്പ് യേശയ്യാണ് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നത്. മറിയത്തിൻ്റെ സമർപ്പണം യേശുവിൻ്റെ തന്നെ മുൻപിലേക്കാക്കി എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പൂർത്തിയിൽ അവൻ ലോകത്തിലേക്ക് വന്നു എന്ന ദൈവവചനത്തെ അത് നിൽക്കുന്നതായി മാറും. സമയത്തിൻ്റെ പൂർത്തിയിലാണ് അവൻ ഭൂമിയിൽ അവതരിച്ചത്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവചനപ്രകാരം വന്നവനെ മുൻപേ വരുത്താൻ വേറൊരു ശക്തിക്ക് സാധ്യമല്ല. മറിയത്തിൻ്റെ സമർപ്പണം അത്തരത്തിലുള്ളതല്ല. മറിയത്തിൻ്റെ സമർപ്പണം ദൈവത്തെ സ്വീകരിക്കാൻ മനുഷ്യൻ കൈനീട്ടി എന്നിടത്താണ്. മറിയം പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഉത്ഭവ വരപ്രസാദം അവളുള്ളത് കൊണ്ട് അവൾക്ക് കഴിഞ്ഞു.
നമ്മളിപ്പോൾ ജന്മപാപം നീങ്ങി ഉത്ഭവവരപ്രസാദം നൽകപ്പെട്ട അവസ്ഥയിലാണ് നാം ഓരോരുത്തരും. അങ്ങനെയായിട്ടും പാപച്ചാച്ചിലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറിയത്തിനാകട്ടെ ഈ ചായ്ച്ചിലില്ലായിരുന്നു. അവൾക്ക് ദൈവത്തിന് സമ്മതം കൊടുക്കാൻ, പൂർണ്ണ മനസ്സോടെ സമ്മതം കൊടുക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ പലപ്പോഴും ഞാൻ ദൈവത്തിൻ്റെതാണ്, ദൈവമേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയും. പക്ഷേ കുറച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലോകത്തേക്ക് തിരികെ പോകും. ഇങ്ങനെ ഒരു വിഭജനം മറിയത്തിൻ്റെ ഹൃദയത്തിലില്ലായിരുന്നു. സഭ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കുന്നത് ഡോഗ്മയായിട്ടാണ്. അവയൊക്കെ ഉറപ്പുള്ളവയാണ് വിശ്വാസ സത്യങ്ങൾ. അവയിൽ ഒരിടത്തും മറിയം സഹരക്ഷകയാണെന്ന് പറഞ്ഞിട്ടില്ല. രക്ഷയിൽ സഹകാരിണിയാണ് മറിയം. വാക്കുകൾ തമ്മിലുള്ള അന്തരം തിരിച്ചറിയണം. അവൾ രക്ഷയിൽ ഭാഗവാക്കാണ്. ഞാനും നിങ്ങളും രക്ഷയിൽ ഭാഗവാക്കാകാൻ വിളിക്കപ്പെട്ടവരുമാണ്, സഹകാരികളാണ്. നമ്മൾ സഹകരണ സംഘം ആലോചിച്ചാൽ മതി. അവിടെ സഹകാരികളാണ്. അവിടെ ദൈവത്തോട് പക്ഷം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ സഹകാരിത്വത്തിലാണ് നാം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ക്ലേശങ്ങളെയും സഹനങ്ങളെയും ക്രിസ്തുവിൽ സ്വീകരിക്കുമ്പോൾ സഹകാരിത്വത്തിലാണ് നാം ജീവിക്കുന്നത്. രക്ഷയിൽ സഹകാരിണിയാണ് മറിയം, സഹരക്ഷകയല്ല എന്ന കാര്യം നാം ഓർക്കണം. രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഏകരക്ഷകനാണ് യേശു. രക്ഷയിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാകുന്നത് നമ്മൾ ക്രിസ്തു അനുരൂപരായി ജീവിക്കുമ്പോഴും, അവനെ പ്രതി പീഡയേൽക്കുമ്പോഴും, അവനെ പ്രതി അപമാനിതരാകുമ്പോഴും, അവനെ പ്രതി കഷ്ടതകൾ സഹിക്കുമ്പോഴുമാണ്. അങ്ങനെ ലോകത്ത് ക്രിസ്തുവിൻ്റെ രക്ഷയെ ഇന്ന് അനുഭവമാക്കാൻ നമുക്ക് കഴിയും. രക്ഷയിൽ സഹകാരിത്വം നമ്മൾക്കുണ്ട്. ആ നിലയ്ക്ക് നോക്കിയാലും മറിയം നമ്മുടെ അമ്മയാണ്. രക്ഷയിൽ സഹകാരിണിയായ മറിയം നമ്മുടെ അമ്മയാണ്. അപ്പം അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്, മറിയത്തെ ദൈവമായി കരുതരുത്. ദൈവമായി കരുതുന്ന ആളുകളുണ്ട്. ദൈവത്തിൽ 3 ആളുകളല്ല 4 ആളുകളുണ്ട് എന്ന് തെറ്റായി പഠിപ്പിക്കുന്നവരുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെ മറിയവുമുണ്ട് എന്ന് ചതുർത്ഥം പഠിപ്പിക്കുന്ന ആളുകളും ലോകത്തുണ്ട്. ഇതും ഒരു അബദ്ധ സിദ്ധാന്തമാണ്. ഇത് വരുന്നതും ഈ പറഞ്ഞ വൈകാരികതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടാണ്, വിശ്വാസത്തിൻ്റെ യുക്തിയിലല്ല എന്ന് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അബദ്ധങ്ങളിൽ പെട്ടുപോകുന്നത് ഈ വിശ്വാസത്തെ ഭക്തിയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ്. വിശ്വാസവും ഭക്തിയും രണ്ട് തന്നെയായിട്ട് കാണണം. ഭക്തിയിലൂടെ വിശ്വാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. പക്ഷേ വിശ്വാസം യുക്തിപൂർണമാണ്, ഭക്തി വൈകാരികമാണ്. വൈകാരികതയെ മുഴുവനായി തുടച്ചു നീക്കാൻ പാടില്ല. കാരണം മനുഷ്യൻ വൈകാരികതയുള്ള ഒരാളാണ്. അതുകൊണ്ട് മനുഷ്യന് വൈകാരികമായും ദൈവത്തെ തിരിച്ചറിയാൻ പറ്റണം. യേശുവിൻ്റെ ജന്മത്തെ തിരിച്ചറിയാൻ വിശ്വാസത്തിൻ്റെ യുക്തി കൊണ്ട് കഴിയുമ്പോഴൊക്കെ വൈകാരികമായി മറിയത്തെയും നമുക്ക് കാണാൻ പറ്റണം. പക്ഷേ ആ ഭക്തി അബദ്ധത്തിലേക്ക് പോകാനിടയാകരുത്. അത് വിശ്വാസ വിരുദ്ധമായി മാറാനിടയാകരുത്. അതുകൊണ്ട് ദൈവത്തിൽ 3 ആളുകൾ എന്നുള്ളത് പരിശുദ്ധ സഭയുടെ വിശ്വാസസത്യമാണ്. ആ വിശ്വാസസത്യത്തെ ലംഘിക്കുന്നതാകരുത് ഈ സഹരക്ഷക എന്ന പേരോ അതല്ലെങ്കിൽ ചതുർത്ഥം എന്ന സ്ഥാനമോ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കത്തോലിക്കർ മറിയത്തെ വണങ്ങുന്നത് കാണുമ്പോൾ പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽപ്പെട്ട സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ പലപ്പോഴും ആക്ഷേപിക്കുന്നത് മറിയം ക്രിസ്തുവിന് മാത്രമല്ല ജന്മം കൊടുത്തിട്ടുള്ളത് നിലയ്ക്കാണ്. അതിന് പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 25-ാം തിരുവചനമാണ് ആദ്യം എതിരായിട്ട് ഉപയോഗിക്കുക. അവിടെ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന കാര്യമാണ് അവർ അതിന് ഉദാഹരണമായിട്ട് എടുക്കുക. സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്നാണ്. പരിഗ്രഹിക്കുക എന്നതിന് സാമാന്യ അർത്ഥത്തെ നമ്മൾ പറയുന്നത് വിവാഹം എന്ന അർത്ഥത്തിലാണ്. അപ്പം മറിയത്തെ വിവാഹം ചെയ്യുന്നത് അതിനുശേഷമാണ് എന്നർത്ഥത്തിലാണ്. അവർ സഹവസിക്കുന്നതിന് മുമ്പ് എന്നാണ് വിശുദ്ധ മത്തായി സുവിശേഷം പറയുക. അവർ സഹവസിക്കുന്നതിന് മുൻപ്. വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരാളും സഹവസിക്കുന്നയാളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സഹവസിക്കുന്നയാളും ദാമ്പത്യ ധർമ്മം നിറവേറ്റുന്ന തമ്മിലുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തിരിച്ചറിയേണ്ടതുണ്ട്. മറിയം ഗർഭിണിയായി കാണപ്പെടുന്നത് സഹവസിക്കുന്നതിന് മുൻപാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് നടക്കാം, പുറത്തു പോകാം, സംസാരിക്കാം, ഒന്നും വിരോധമില്ല. പക്ഷെ ഒന്നിച്ച് താമസിക്കാൻ കഴിയില്ല. അവിടെ ദാമ്പത്യധർമ്മം നിറവേറ്റുന്ന കാര്യമൊന്നുമില്ല, ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല. വിവാഹ നിശ്ചയം കഴിയുന്നതിന് മുമ്പ് അവർ സംസാരിക്കും, കാണും, പക്ഷെ അവർക്ക് സഹവസിക്കാൻ കഴിയില്ല, ഒന്നിച്ച് താമസിക്കാൻ കഴിയില്ല. അങ്ങനെ സഹവസിക്കുന്നതിന് മുമ്പാണ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടത്. അത് നമ്മൾ തിരിച്ചറിയണം. ഇനി പരിഗ്രഹിച്ചില്ല എന്ന് പറയുന്നത്, അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് അറിയാതെ പോയത്? താൻ സഹവസിക്കുന്നതിന് മുമ്പ്, അവളുമായി ഒന്നിച്ച് താമസിക്കുന്നതിന് മുമ്പ്
അവൾ ഗർഭിണിയായി കാണപ്പെട്ടതിൽ വിശുദ്ധ ഔസേപ്പിന് സംശയം ഉണ്ടായി. സ്വാഭാവികമായും ആർക്കാണെങ്കിലും ഉണ്ടാകുന്ന സംശയം. ആ സംശയം ഉണ്ടായപ്പോൾ യൗസേപ്പ് പ്രാർത്ഥിക്കാനിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനൊരു സ്വപ്നം ഉണ്ടായി. ഉറക്കത്തിൽ നിന്നാണ് അവിടെ പറയുന്നത്. സാധാരണ ആളുകൾ കിടന്നുറങ്ങുന്ന ഔസേപ്പിതാവിനെയൊക്കെ കാണുന്നത് ഇവിടെയാണ്. വാസ്തവത്തിൽ ഔസേപ്പിതാവ് കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം ഉണ്ടായെന്നല്ല അർത്ഥം. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഉറങ്ങിപ്പോയി ഒരു സ്വപ്നം ഉണ്ടായി. പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ദിവ്യാനുഭവങ്ങളിലൊന്ന് ഇത്തരം സ്വപ്നങ്ങളാണ്. ഇന്ദ്രിയങ്ങളുടെ മയക്കം ഉണ്ടാകുമ്പോൾ ദർശനങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ കന്യകയാണ്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് കേൾക്കുന്ന യൗസേപ്പ് അത് വിശ്വസിക്കുന്നു. കാരണം പ്രാർത്ഥനാ വേളയിൽ ദൈവത്തിൻ്റെ മാലാഖ പറഞ്ഞ കാര്യമാണ്. യൗസേപ്പ് പിതാവിന് എതിർപ്പില്ല. പക്ഷേ അതൊരു ഉറപ്പല്ല. സുവിശേഷം എപ്പോഴും നമ്മുടെ മുമ്പിൽ വെക്കുന്നൊരു കാര്യം, ഒരു കാര്യം കേൾക്കുക, വിശ്വസിക്കുക, ഇനി അത് കൺഫർമേഷൻ ഉണ്ട്, അനുഭവം ഉണ്ടാകണം. ആ അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. നമ്മളും ഏത് കാര്യം കേൾക്കുമ്പോഴും ദർശനം ഉണ്ടാകുമ്പോഴും ഒക്കെ എടുക്കേണ്ട ഒരു നിലപാടും അത് തന്നെയാണ്. നമ്മളൊരു കാര്യം കേൾക്കുന്നു, ദൈവത്തിൽ നിന്ന് ഉള്ളിലൊരു കാര്യം തോന്നുന്നു, ദൈവം പറഞ്ഞതായിട്ട് നമുക്ക് തോന്നിയാൽ ഉടനെ തന്നെ അത് എടുത്ത് നമ്മൾ പ്രഘോഷിക്കാൻ പാടില്ല. അതിനൊരു കൺഫർമേഷൻ വേണം, സ്ഥിരപ്പെടുത്തണം. അതെങ്ങനെയാണ് സ്ഥിരപ്പെടുത്തുക? അടുത്തുള്ള അനുഭവത്തിലൂടെ സ്ഥിരപ്പെടും. യൗസേപ്പ് മറിയം യൗസേപ്പിനോട് പറഞ്ഞിട്ടില്ല. യൗസേപ്പ് മറിയത്തോട് ചോദിക്കുന്നില്ല. അവളെ കളങ്കിതയാക്കാൻ യൗസേപ്പിന് താല്പര്യമില്ല. വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ചാൽ ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടി വരും. അതുകൊണ്ട് അവളെ ഒഴിവാക്കി പോകാൻ ആലോചിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് യൗസേപ്പിൻ്റെ പിതാവിന് ഒരു അറിയിപ്പ് ദൂതൻ മുഖേന കൊടുക്കുന്നത്. അതിലൂടെ അവൾ കന്യകയാണെന്ന് തെളിയുന്നു, ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് യൗസേപ്പിന് വിശ്വാസമാകുന്നു. പക്ഷേ വിശ്വാസം ഒരു സ്ഥിരപ്പെട്ട കാര്യമല്ല, എങ്കിലും ഒരു സന്ദേഹം അകമയുണ്ട്. അങ്ങനെ സന്ദേഹമുള്ള സമയത്താണ് രണ്ടടയാളങ്ങൾ യൗസേപ്പിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മറിയത്തിൽ നിന്ന് യേശു ജനിച്ച ഉടനെ യേശുവിനെ കാണാൻ ആട്ടിടയന്മാർ വരുന്നുണ്ട്. ആട്ടിടയന്മാർക്കുണ്ടായ സന്ദേശം അവർ പറയുന്നുണ്ട്. അവരെന്താണ് പറയുന്നത്? നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന കാര്യം മാലാഖമാർ തങ്ങളെ അറിയിച്ചുവെന്ന് യൗസേപ്പിനോട് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സ്വപ്നത്തിൽ ഒരു മാലാഖ വന്ന് പറഞ്ഞതിൻ്റെ വിശ്വാസത്തിലാണ് കൂടെ പോകുന്നത്. ഇപ്പോൾ കുറേ മാലാഖമാർ വന്ന്, ഒരു സൈന്യം തന്നെ വന്ന് ആട്ടിടയന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള രക്ഷകനാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത്, അവനെ കാണാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ യൗസേപ്പിന് ഒരു കാര്യം ഉറപ്പായി, തന്നോട് പറഞ്ഞ മാലാഖ വെറും തോന്നലല്ല, അതുള്ള കാര്യമാണ്. മാലാഖമാർ തന്നെ അവിടെ അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത് ജ്ഞാനികൾ വരികയാണ്. കിഴക്ക് നിന്ന് നക്ഷത്രം കണ്ടാണ് വരുന്നത്. തങ്ങളിങ്ങനെ നക്ഷത്രം കണ്ടു വന്നതാണ്, ഈ ലോകരക്ഷയ്ക്ക് വേണ്ടി ഒരാൾ ജനിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞ് അവർ പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ച് ശിശുവിനെ ആരാധിക്കുന്നു. അങ്ങനെ ആയപ്പോൾ യൗസേപ്പിന് ഉറപ്പായി, ഇത് മാലാഖ പറഞ്ഞത് കറക്റ്റാണ്, ഇവൾ ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, ജനിച്ചത് യേശുവാണ്, ദൈവപുത്രനാണ് എന്ന കാര്യം യൗസേപ്പിന് ഉറപ്പായി. അങ്ങനെ യൗസേപ്പ് അറിഞ്ഞു. നേരത്തെ ഒരു സന്ദേശം കേട്ടു, സ്വീകരിച്ചു. ഇപ്പോൾ അത് ഉറപ്പായിട്ടും തിരിച്ചറിയുകയാണ്, ഇവൻ ദൈവപുത്രനാണ്. അതാണ് അവളെ അവൻ അറിഞ്ഞില്ല. ഇപ്പോൾ അവൾ പരിശുദ്ധയാണെന്നും പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഗർഭിണിയായതെന്നും ജനിപ്പിച്ചത് ദൈവപുത്രനെയാണെന്നും യൗസേപ്പ് പറഞ്ഞു. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇപ്രകാരം വചനം സാക്ഷ്യം നൽകുന്നൊരു കാര്യത്തെ നമ്മൾ കേവലമായി തള്ളിക്കളഞ്ഞുകൊണ്ട് മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അബദ്ധമാണ്. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിന് 6-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ യേശുവിൻ്റെ സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്. യേശു ഭയങ്കര ജ്ഞാനമാണ് പറയുന്നത്. സാധാരണ രീതിയിൽ ഒരു തച്ചൻ്റെ മകൻ പറയേണ്ട കാര്യമല്ല അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബ്ബിമാരുടെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവർ പറയേണ്ട കാര്യമാണ് യേശു പറയുന്നത്. ജനം ഇത് കേട്ട് അത്ഭുതപ്പെടുകയാണ്, യഹൂദർ അത്ഭുതപ്പെടുകയാണ്. അവർ പറയുന്നു, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ ആ മറിയത്തിൻ്റെ മകനല്ലേ, യാക്കോബ്, യോസെ, യൂദാസ്, ഷെമിയോൻ എന്നിവൻ ഇവൻ്റെ സഹോദരങ്ങളല്ലേ, ഇവൻ്റെ സഹോദരിമാരും നമ്മുടെ കൂടെയില്ലേ, ഇവന് പിന്നെ എവിടെ നിന്നാണ് ഈ ജ്ഞാനം? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. നിങ്ങൾ ഓർക്കണം, ആദ്യത്തെ വാക്യം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും യേശുവിന് സഹോദരങ്ങളുണ്ടായിരുന്നു എന്ന വാദമുയർത്തുന്നത്, മറിയം കന്യകയിലെന്ന് പറയാൻ വേണ്ടിയുള്ള വാദമുയർത്തുന്നത്. അങ്ങനെ വാദമുയർത്തുമ്പോൾ ഓർക്കേണ്ട ഒരു അബദ്ധം എന്താണ്? ഇത് കേട്ട യേശുവിന് തന്നെ അപമാനിക്കുന്നതായിട്ടാണ് തോന്നിയത്. അവർ അവനിൽ ഇടറി.
അങ്ങനെ ഇടറിക്കഴിഞ്ഞപ്പോൾ യേശു എന്ത് പറഞ്ഞു? 6:4 യേശു പറയുകയാണ്, പ്രവാചകൻ സ്വദേശത്തും സ്വന്തം ഭവനത്തിലുമല്ലാതെ മറ്റെവിടെയും അപമാനിക്കപ്പെടുന്നില്ല. ഇതൊരു വലിയ അപമാനമായിട്ടാണ് ക്രിസ്തുവിന് തോന്നിയത്. യഹൂദ വിഭാഗത്തിനിടയ്ക്ക് സാഹോദര്യം എന്നത് അവിടെ കേവലമായ കുടുംബ വ്യവസ്ഥയല്ല ഉള്ളത്. ബന്ധങ്ങളുണ്ട്. സഹോദരങ്ങൾ, കസിൻ ബ്രദേഴ്സിനെയൊക്കെ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്, സഹോദരിമാരായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണുന്ന സാഹോദര്യത്തിന് കുറെ കൂടി നമ്മുടേതിന് അണുകുടുംബം എന്ന നിലയ്ക്ക് മനസ്സിലാക്കുമ്പോൾ അല്ലാത്ത പോലെ കുറെ കൂടി വ്യാപകമായ അർത്ഥമുള്ളൊരു കാലത്താണ് യേശുവിൻ്റെ സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നത്. യേശു അവിടെ പറയുന്നത് ഇതൊരു അപമാനമായെന്നാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 55 മുതൽ 57 വരെ തിരുവചനങ്ങളിലും സമാനമായി കാര്യം തന്നെ നമുക്ക് കാണാം. ഈ സഹോദരങ്ങളുടെ പേര് പറയുന്നുണ്ട്, സഹോദരിമാർ നമ്മുടെ കൂടെയില്ലെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യേശുവിൽ അവരിടറുമ്പോൾ, യേശുവിനെ അവർ എതിർക്കുമ്പോൾ, യേശുവിനെ അവർ അപമാനിക്കുന്നതായിട്ടാണ് യേശുവിന് തോന്നിയത്. യേശു അത് പറയുന്നുണ്ട്, പ്രവാചകൻ സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും അല്ലാതെ മറ്റെങ്ങും അപമാനിക്കപ്പെടുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യേശു സാഹോദര്യം എന്ന് പറയുന്നത് സാമാന്യഗതിയിൽ ഒരമ്മയിൽ നിന്ന് ജനിച്ച കുഞ്ഞുങ്ങളുടെ അർത്ഥത്തിലല്ല സുവിശേഷം പറയുന്നത്. അവിടെയുള്ള സാമൂഹ്യ ബോധമില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. അന്ന് തന്നെ യേശുവിന് അപമാനകരമായിരുന്നു മറിയം കന്യകയല്ലെന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെ പറയുന്നവർ മറിയത്തെ അല്ല അപമാനിക്കുന്നത്, യേശുവിനെയാണ്, അവനിൽ ഇടറുകയാണ്. അത് അവൻ അപമാനകരമാണ് എന്ന് ആ സഹോദരങ്ങൾ തിരിച്ചറിയണം. ഇനി യേശു മറിയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജനിച്ചവനാണെന്നും അവൻ ഏകനാണെന്നും പറയാൻ കഴിയണമെങ്കിൽ, ദൈവത്തിൻ്റെ ഏകജാതനാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ യൗസേപ്പിനും മറിയത്തിനും വേറെ മക്കളുണ്ടാകുക സാധ്യമല്ല. യുക്തിപരമായി ചിന്തിച്ചേ. യേശുവിന് 3-4 സഹോദരങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അമ്മയിൽ നിന്ന് തന്നെ 3-4 മക്കൾ വേറെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നാമത്തെ മകൻ ദൈവത്തിൽ നിന്നും ബാക്കിയുള്ളത് ഔസേപ്പിൽ നിന്നും പറയാൻ പറ്റൂ? അപ്പോൾ അവിടെ വേറെ മക്കളില്ലാതിരിക്കുന്ന ഒരു യുക്തിപൂർവമായ കാര്യവും കൂടിയാണ്. കാരണം എന്താണ്? ആ ബന്ധത്തിൽ വേറെ മക്കളുണ്ടായാൽ നിശ്ചയമായിട്ടും യേശു ദൈവപുത്രനാണെന്ന് പറയുന്നത് ഉറപ്പിക്കാൻ കഴിയാതെ പോകും, യുക്തിപരമായി ഉറപ്പിക്കാൻ കഴിയാതെ പോകും. അവിടെ നിശ്ചയമായി നമുക്ക് മനസ്സിലാക്കാം, മറിയത്തിൽ നിന്ന് യേശു ജനിക്കുന്നത് കന്യകാജനനമാണ്. ഇനി കന്യകാജനനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? അത് യേശയ്യാ പ്രവചനം 7:14 സംഭവിക്കുകയാണ്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. യേശയ്യാ പ്രവചനമാണ് മറിയത്തിലൂടെ നിറവേറുന്നത്. അങ്ങനെ പ്രവചനപ്രകാരം വന്നൊരു സത്യത്തെ നിഷേധിക്കുക മൂലം വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വസ്തുത നിന്ന് അകന്നു പോവുകയാണ് ഇത്തരം അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ എന്ന് അപ്രകാരമുള്ളവർ തിരിച്ചറിയണം. മാത്രമല്ല, യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് വിശുദ്ധ മർക്കോസ് സുവിശേഷം 15:40 യേശുവിൻ്റെ കുരിശിൻ ചൂട്ടിൽ നിന്ന് കുറച്ച് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരാരൊക്കെയായിരുന്നു? മുൻപേ വിശുദ്ധ മർക്കോസ് സുവിശേഷം 6:3 പറഞ്ഞ സഹോദരങ്ങളുണ്ടല്ലോ, യാക്കോബും യോസയും അവരുടെ അമ്മയായ മറിയവും മഗ്ദലന മറിയവും സലോമിയും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ? ഈ മറിയം വേറെയാണ്. അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് ഇത്തരത്തിൽ അബദ്ധങ്ങളിലേക്ക് പെടരുത്, വിശ്വാസബോധ്യത്തിൽ ഉറയ്ക്കണം. യേശു ദൈവത്തിൻ്റെ ഏകജാതനാണ്. ഈ ഏകജാതൻ എങ്ങനെയാണ് ആദ്യജാതനായത്? ഇപ്പം ആദ്യജാതൻ എന്ന പ്രയോഗം വരുമ്പോൾ വീണ്ടും വിചാരിക്കും മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ആദ്യജാതനാണ്. അല്ലെങ്കിൽ പരമ്പരകളൊക്കെ അവസാനിപ്പിച്ച് വിശുദ്ധ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ 17-ാം തിരുവചനം പറയുന്നത് പോലെ ഇങ്ങനെ തലമുറകളുടെ പാരമ്പര്യത്തെയൊക്കെ നിർത്തിയിട്ട് അവസാനമായി വരുന്നവൻ, അബ്രഹാം മുതൽ ദാവീദ് വരെ, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ, ബാബിലോൺ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ, അവിടെ അവസാന തലമുറയുടെ ബന്ധം വിച്ഛേദിച്ചിട്ട് ആദ്യജാതനായി. ആദ്യജാതൻ എന്ന് വെച്ചാൽ ആരാ? ആദ്യം ജനിക്കുന്നവനല്ല, നമ്മുടെയൊക്കെ ആദ്യജാതൻ, നമ്മുടെയൊക്കെ ഏറ്റവും മൂത്ത സഹോദരൻ, ജ്യേഷ്ഠ സഹോദരനായി ക്രിസ്തു വരുന്നു. അങ്ങനെയാണ് അവിടെ ദൈവത്തിൻ്റെ ഏകജാതൻ ആദ്യജാതനായി വരുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ മറിയത്തെ അമ്മയായി പരിഗണിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ അമ്മയും നമ്മുടെ അമ്മയും. അങ്ങനെ ക്രിസ്തുവിൻ്റെ സാഹോദര്യത്തെ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു ബന്ധമായിട്ടാണ് മറിയത്തെ നാം തിരിച്ചറിയേണ്ടത്. കൊളോസ്യർ 1:15 പറയും, അവൻ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും ഉള്ള ആദ്യജാതനുമാണ്. അങ്ങനെ ആദ്യജാതനായി ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നു. മറിയം കന്യകയായിരിക്കുന്നു. അതുകൊണ്ട് ഒരു എളുപ്പമുള്ള കാര്യം എന്താ? മറിയത്തിലൂടെ ജനിച്ച യേശു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാകുന്നതിൻ്റെ പ്രത്യേകത എന്താ? അവൻ ദൈവത്തിൻ്റെ ഏകജാതനാണ്, ആദ്യജാതനാണ്. അവനിലൂടെ നമുക്ക് ദൈവത്തെ പ്രാപിക്കാൻ കഴിയും, ദൈവത്തെ അനുഭവിക്കാൻ കഴിയും എന്നത് മാത്രമാണോ അതിനകത്തുള്ളത്? മറിയം കന്യകയായിരിക്കുന്നതിലൂടെ നമ്മളെല്ലാവരെയും
അവൾക്ക് മക്കളായി സ്വീകരിക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൽ അവളുടെ മക്കളാകാനും കഴിയും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിലാണ് നമുക്കത് കാണാൻ പറ്റുക. 25-ൽ ഈ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 26-ലാണ് ഇവരെ ആരെയും പരിഗണിക്കാതെ യേശു യോഹന്നാനോട് പറയുന്നത്, ഇതാ നിന്റെ അമ്മ, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അതിലൂടെ സകല മാനവകുലത്തിനും അമ്മയായി മറിയം നൽകപ്പെടുന്നു. മറിയത്തിനാകട്ടെ നമ്മെല്ലാവരെയും യേശുക്രിസ്തുവിൽ മക്കളായി സ്വീകരിക്കാൻ പറ്റും. വേറെ മക്കളുണ്ടെങ്കിലും അത് സാധ്യമല്ല, കാരണം വേറെ മക്കളുണ്ടല്ലോ. മനസ്സിലാവണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ശുശ്രൂഷ ആരംഭിക്കുന്ന കാലത്ത് എന്നെ അധികം വേദനിപ്പിച്ചിരുന്നൊരു കാര്യം തെരുവിലല്ലെന്ന കുട്ടികളാണ്. കാണുമ്പോൾ സങ്കടം വരും. അപ്പം ഞാൻ ആലോചിച്ചു, ഈ കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ വളർത്തിയാലോ, ഇവരെയൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ താമസിപ്പിച്ചാലോ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് 3 മക്കളുണ്ട്. അപ്പോൾ ഈ തെരുവിൽ കിടന്ന കുട്ടി വരുമല്ലോ. തെരുവിൽ കിടന്ന് വന്ന കുട്ടിയും ഈ കുട്ടികളും ഒന്നിച്ച് എല്ലാവരും എൻ്റെ മക്കളാണെന്ന ബോധ്യത്തിൽ ഞാൻ വളർത്തിയാൽ, അവരൊക്കെ പരിചരിച്ചാൽ, ഈ കുട്ടികൾ തമ്മിൽ കലഹം ഉണ്ടാകുമല്ലോ. അപ്പോൾ എൻ്റെ കുട്ടിയെ ഈ വന്ന കുട്ടി പിച്ചിയാൽ ഞാൻ സമ്മതിക്കുമോ? എനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് വേറെ വേദന വരും. ഇവിടെ വേറൊരു ബന്ധം അതിനകത്ത് നിലനിൽക്കുന്ന കാണാൻ പറ്റും. ഞാൻ ആലോചിച്ചപ്പോൾ എളുപ്പമുള്ള കാര്യമല്ല അത് എളുപ്പമുള്ള കാര്യമല്ല. നമുക്കൊരാളെ അങ്ങനെ സ്വീകരിക്കുമ്പോൾ അയാളെ മറ്റേയാൾക്ക് തുല്യനായി പരിഗണിക്കാൻ ബുദ്ധിമുട്ട് വരും മാനുഷികമായി. അപ്പോൾ മറിയത്തിന് വേറെ മക്കളുണ്ടെങ്കിൽ നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറിയം കന്യകയാണെന്നും ആ കന്യകയായ മറിയം അതേസമയം തന്നെ അമ്മയാണെന്നും തിരിച്ചറിയണം. നമ്മൾ സാധാരണ കന്യാസ്ത്രീമാരെ കാണുമല്ലേ, അവരെ നമ്മൾ എന്താ വിളിക്കാറ്? ഇപ്പോൾ വിളിക്കുന്നത് സിസ്റ്റർ എന്നാ, നേരത്തേക്ക് വിളിച്ചിരുന്ന അമ്മയെന്നാ. നമുക്കിപ്പോൾ ആ പേരത്ര സുഖമല്ല അമ്മയെന്ന് വിളിക്കാൻ. ഞാൻ ലോകത്ത് എല്ലാ കന്യാസ്ത്രീകളെയും അമ്മയെന്ന് വിളിക്കാറ്. അത് ചെറിയ കന്യാസ്ത്രീ ആണെങ്കിലും വലിയ കന്യാസ്ത്രീ ആണെങ്കിലും. പ്രായമുള്ള കന്യാസ്ത്രീമാരെ അമ്മയെന്ന് വിളിക്കുകയും ചെറിയ കന്യാസ്ത്രീമാരെ സിസ്റ്റർ എന്ന് വിളിക്കുകയും ചെയ്യല്ല. എല്ലാ കന്യാസ്ത്രീകളെയും അമ്മയെന്ന് വിളിക്കാറ്. എന്തുകൊണ്ടാണ് ഈ അമ്മയെന്ന് വിളിക്കുന്നത്? ചിലപ്പോൾ ചില ചെറുപ്പക്കാരികളായ കന്യാസ്ത്രീമാർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും. ഈ താടിയൊക്കെ നരച്ചൊരാളെ കണ്ടിട്ട് അമ്മയെന്ന് ഒരു കൊച്ചു പെൺകുട്ടിയെ വിളിക്കുമ്പോൾ എന്താ അമ്മയെന്ന് വിളിക്കുന്നത്? കന്യകയും അമ്മയുമായവരോ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുക വഴി ഒരു സ്ത്രീ മക്കളെ ജനിപ്പിക്കാനുള്ള തൻ്റെ അവകാശം ഉപേക്ഷിച്ചിട്ട് എല്ലാവരുടെയും അമ്മയാവുന്നു. പണ്ടൊക്കെ കന്യാസ്ത്രീമാർക്ക് കുറച്ചുകൂടി ബലം ഉണ്ടായിരുന്നു. അപ്പോൾ തണ്ടും തടിയുള്ള വിശ്വാസത്തിലൊക്കെ വരുന്ന ആളുകൾ അങ്ങനെയാണല്ലോ. തണ്ടും തടിയുള്ള ആളുകൾ, കൊമ്പും വീശുള്ള ആളുകൾ, നാട്ടിൽ സാമാന്യ റൗഡിസമൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ കന്യാസ്ത്രീമാർ കാണാനിടയാവും. ഇപ്പോൾ വീടുകളിൽ ചെല്ലുമ്പോഴൊക്കെ പുരുഷ കേസരികൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ കാണുമ്പോൾ, എടാ ഇവിടെ വന്നേ എന്ന് പറയുമ്പോൾ ഈ കന്യാസ്ത്രീ വിളിക്കുമ്പോൾ ഈ ആൾ പഞ്ചകൊച്ച മടക്കി ചെല്ലണം കാണാൻ പറ്റും. കാരണം അമ്മയാകാനുള്ള അവകാശം നിഷേധിച്ച് സകലരുടെയും അമ്മയായി മാറുന്നവരാണ് സന്യാസിനികൾ. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് അവർ അമ്മയെന്ന് വിളിക്കാൻ പറ്റുക. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തെ യഥാർത്ഥത്തിൽ ഇന്ന് അടയാളപ്പെടുത്തുന്ന ഒരു സമൂഹമാണ് സന്യാസ സമൂഹങ്ങൾ, കന്യാസ്ത്രീമാർ. അവർക്കിത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനൊരു കാര്യം അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മൾ അമ്മയായിട്ട് പരിഗണിക്കുന്നത് കന്യകാമറിയത്തെയാണ്. അതുവഴി സ്ത്രീത്വത്തെയാണ് നമ്മൾ മാനിക്കുന്നത്. ഇനി യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, അവിടെ യേശു ഈ അമ്മയെ കയറി സ്ത്രീ എന്ന് വിളിച്ചു. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ പറയാതെ ഭാഷാപരമായ പ്രത്യേകത കൊണ്ടാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ യു എന്നേ ഉള്ളൂ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സ്ത്രീ എന്നേ ഉള്ളൂ, വേറെ വാക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതൊന്നുമല്ല കാര്യം. വളരെ വ്യക്തമായി മറിയത്തെ യേശു സ്ത്രീ എന്ന് വിളിച്ചു. നമ്മുടെയൊക്കെ ഭാഷയിലാണെങ്കിൽ അത് അത്ര യോജിച്ച കാര്യമല്ല. അമ്മയൊക്കെ സ്ത്രീ എന്നാരെങ്കിലും വിളിക്കുമോ? അപ്പോൾ ഇവിടെ അവൻ മാനിച്ചിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ മാനിക്കേണ്ടതില്ലെന്നാണ് ഈ പറയുന്ന ആളുകൾ പറയുന്നത്. യഥാർത്ഥം ഇതിൻ്റെ പുറകിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് ബോധ്യമാകുക. പരിശുദ്ധ അമ്മയെന്നൊക്കെ നമ്മൾ പറയുന്നത് മാതൃത്വത്തിൻ്റെ ഏറ്റവും മഹനീയ പദം എന്ന നിലയ്ക്കാണ്. എന്ന് നമ്മൾ വിളിക്കുന്ന പോലെ മാതൃത്വം മഹനീയമാണ്, സ്ത്രീ കണ്ണുനീർത്തുള്ളിയാണ്, അവൾ അബലയാണ് എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അതല്ല, ഇതൊരു മഹത്വത്തിൻ്റെ കാര്യം പറയാനാണ്. സ്ത്രീ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? 2 സ്ത്രീ എന്ന് വിളിച്ചത്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ ആളോട്, സ്വന്തം അമ്മയോട് യേശു പറഞ്ഞു സ്ത്രീയെ. വളരെ മോശമായിപ്പോയി. ഇനി 2ാമതൊരിടത്ത് കൂടി സ്ത്രീ എന്ന് വിളിക്കും. അതെവിടെ വെച്ചാണെന്നറിയാമോ? അത് കുരിശ കിടക്കുമ്പോഴാണ്. സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അപ്പോൾ ബന്ധമൊന്നുമില്ലേ? ബഹുമാനമില്ലേ? യേശു ബഹുമാനിക്കാതിരുന്നതാണോ? നിങ്ങൾ ഈ 2 സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് വായിക്കണം. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കുന്നത്
തൻ്റെ ദൈവീക മഹത്വം വെളിപ്പെടുത്താൻ ചെയ്ത അടയാളമായിട്ടാണ്. ദൈവീക മഹത്വം വെളിപ്പെടുന്ന സമയത്ത് മറിയം മനുഷ്യ സ്ത്രീയാണ്. സ്ത്രീയെ ഇനി കുരിശിൽ യേശു ഈ ദൈവീക മഹത്വം വെളിപ്പെടുത്തുകയല്ല, ദൈവീക മഹത്വത്തിലാകുകയാണ്. അങ്ങനെ മഹത്വപൂർണനായ ക്രിസ്തു കുരിശിൽ കിടക്കുന്ന സമയത്ത് കാണുന്നത് സ്ത്രീയെയാണ്. ആ സ്ത്രീ ഏതാ? ആദ്യം മുതലുള്ള അമ്മയായ, ജീവനുള്ളവരുടെ മുഴുവൻ അമ്മയാകേണ്ടവൾ സ്ത്രീ. അതുകൊണ്ട് മറിയത്തെ മാനിക്കണം. മറിയത്തെ ക്രിസ്തു മാനിക്കുകയാണ് ചെയ്തത്. മറിയം ലോകത്തിൻ്റെ അമ്മയാണെന്ന് പറയുകയാണ് ചെയ്തത്. സകല മർത്യരുടെയും അമ്മയാകാനാണ് അവൾ വന്നത്. ജീവനുള്ളവരുടെ അമ്മയാകാനാണ് മറിയത്തെ നമ്മൾ അങ്ങനെ മാനിക്കണം. അത് കേവല വൈകാരിക ഭക്തിയാകരുത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് മറിയം എൻ്റെ കൂടെ ഉണ്ടെന്നാണ്. എൻ്റെ ഈ ഭാഗത്ത് മറിയമുണ്ടെന്ന ബോധ്യത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരിക്കൽ പോലും വാക്കിടറാതെയും തെറ്റിപ്പോകാതെയും പിഴച്ചു പോകാതെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് മറിയത്തിൻ്റെ സഹായം കൊണ്ടാണ്. വിശുദ്ധരെല്ലാം കൂടെ ഉണ്ടെന്ന ബോധ്യത്തിലാണ്. മറിയത്തിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. ലോകത്തിൻ്റെ അമ്മ എന്നെ എത്രത്തോളം തള്ളിക്കളഞ്ഞാലും എൻ്റെ ഒരു കുറവും ഒരു പരിമിതിയും കണക്കിലെടുക്കാതെ എന്നെ ചേർത്ത് പിടിക്കാനും നിരന്തരം ആത്മാവിൽ ജ്വലിപ്പിക്കാനും എൻ്റെ കൂടെ പരിശുദ്ധമ്മയുണ്ട്. ശിലറ്റം പ്രിയപ്പെട്ടവരെ, ആമ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ഏത് കഷ്ടതയിലും ദുഃഖത്തിലും ഞെരുക്കത്തിലും വീഴ്ചയിലും എല്ലാം കൂടെ വരുന്നവൾ, മരണസമയത്തും കൂടെയുള്ളവൾ. അവൾ അങ്ങനെ മാനിക്കണം, അവൾ അങ്ങനെ സ്നേഹിക്കണം. അതേസമയം തന്നെ കാര്യങ്ങൾ തിരിച്ചറിയണം. വെറും വൈകാരിക ഭക്തിയായിട്ടല്ല പോകേണ്ടത്. ഉടമ്പടി എടുത്താൽ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ഇടനിലക്കാരിയായിട്ടല്ല മറിയത്തെ കാണേണ്ടത്. മറിയം നിന്റെ അമ്മയാണ്, ക്രിസ്തുവിൻ്റെ അമ്മയാണ്. അങ്ങനെ നീ ദൈവമഹത്വത്തിലേക്ക് ഉയർത്തപ്പെടാൻ മറിയം കാരണമാണ്. രക്ഷയിൽ സഹകാരിണിയാണ്. അവൾ പരിശുദ്ധയാണ്. അവളെ നമ്മൾ പരിശുദ്ധ എന്ന് വിളിക്കുന്നത് ദൈവം പരിശുദ്ധനായതുകൊണ്ടാണ്. പരിശുദ്ധനായവൻ അവളിലൂടെ വന്നു. നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും, ചീത്ത വൃക്ഷം ചീത്ത ഫലവും. യേശു പരിശുദ്ധനാണ്, നല്ല ഫലമാണ്. യേശുവിൻ്റെ അമ്മയും പരിശുദ്ധയാണ്. ഹൃദയപൂർവ്വം ഏവർക്കും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും തുണയും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.